മുത്തശ്ശൻ ഇങ്ങനെയൊരു കാര്യം ഏൽപ്പിച്ചതിൻ്റെ ഒരു പതർച്ചയും അവനിൽ ഉണ്ടായിരുന്നില്ല. ഓ, അപ്പോൾ താൻ ഉത്തരവാദിത്വമുള്ള കമ്പനി സ്റ്റാഫാണല്ലേ? എങ്കിൽ തൻ്റെ ഉത്തരവാദിത്വം ഞാനൊന്ന് കാണട്ടെ. അവന്റെ ശ്വാസം തന്റെ നെറ്റിയിൽ തട്ടുന്നതറിഞ്ഞ മമത മുഖമുയർത്തി നിരഞ്ജന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ പൂച്ചക്കണ്ണുകളിൽ തിളങ്ങുന്ന ഭാവവും ചുണ്ടുകളിലെ ആരെയും മയക്കുന്ന മന്ദഹാസവും അവളെ എന്തൊക്കെയോ ഓർമ്മിപ്പിച്ചു. ചിരിക്കുമ്പോൾ ചെറുതാവുന്ന പൂച്ചക്കണ്ണുകൾ, കവിളുകളിൽ തെളിയുന്ന നേർത്ത വര. അത് ബൂബുവിൻ്റെതല്ലേ? ഒരു ഞെട്ടലോടെ ആ പെൺകുട്ടി ഒന്ന് പിറകിലേക്ക് ആഞ്ഞുപോയി. അതേ നിമിഷം തന്നെ നിരഞ്ജന്റെ കൈകൾ നീണ്ടുവന്ന് അവളെ വരിഞ്ഞു ചുറ്റി തന്നോടടുപ്പിച്ചു പിടിച്ചിരുന്നു. തന്റെ നെഞ്ചോട് ചേർന്നമർന്ന അവളുടെ മൃദുവായ മാറിടത്തിനുള്ളിലെ അതിവേഗം പിടിക്കുന്ന ഹൃദയത്തിന്റെ പിടച്ചിൽ നിരഞ്ജൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ മമതയുടെ മനസ്സിൽ 6 വർഷം മുൻപ് പ്രസവിച്ച തന്റെ മകൻ ബൂബുവിന്റെ പുഞ്ചിരിയായിരുന്നു. ചിരിക്കുമ്പോൾ ചെറുതാവുന്ന പൂച്ചക്കണ്ണുകൾ, കവിളിലെ നേർത്ത വര. അത് ബൂബുവിൻ്റെതല്ലേ? ഒരു നിമിഷം കൊണ്ട് തന്നെ കൈപ്പിടിയിൽ ഒതുക്കി അവന്റെ ദേഹത്തു നിന്നുയരുന്ന അർമാനി റോയൽസ് പെർഫ്യൂമിന്റെ സുഗന്ധം അവളുടെ മനസ്സിൽ എന്നോ കുഴിച്ചുമൂടി എന്നേക്കുമായി മറക്കാൻ ആഗ്രഹിക്കുന്ന ആ രാത്രി വീണ്ടും ഓർമ്മിപ്പിച്ചു. വിയർപ്പിൽ കുഴഞ്ഞ ബലിഷ്ഠമായ പുരുഷ ശരീരത്തിന്റെ ഓർമ്മ അവളെ അടിമുടി തളർത്തിക്കളഞ്ഞു. അപ്പോ 6 വർഷങ്ങൾക്ക് മുൻപ് എന്നോടൊപ്പം ക്ഷയിച്ച പുരുഷൻ അത് നിരഞ്ജനാണോ? തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി തന്റെ കണ്ണുകളിലേക്ക് പകച്ചു നോക്കുന്ന മമതയോട് അഹങ്കാരം തുളുമ്പുന്നൊരു പുഞ്ചിരിയോടെ നിരഞ്ജൻ ആവർത്തിച്ചു. നിങ്ങളുടെ കമ്പനിയിലെ VIP കസ്റ്റമറാണ് ഞാൻ. എന്നെ ഇംപ്രസ് ചെയ്യിച്ചാൽ മാത്രമേ NJ ഗ്രൂപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുകൂല സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ പ്ലീസ്. തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന മൃദുലമായ ആ പെൺ ശരീരത്തെ നിരഞ്ജന്റെ കണ്ണുകൾ വല്ലാത്തൊരു ഭാവത്തോടെ കോരി കുടിക്കുകയായിരുന്നു. വല്ലാത്തൊരാകർഷണീയതയുള്ള ബ്രൗൺ നിറമുള്ള വിടർന്ന മിഴികൾ, നേർത്ത ലിബ്ബാമിന്റെ ചുവപ്പുണ്ടെങ്കിലും തുടുത്തുമലർന്ന അധരങ്ങൾക്ക് ഇളം റോസ് നിറമാണ്. കടഞ്ഞെടുത്തതുപോലെ മിനുത്തു വെളുത്ത കഴുത്തും കവിൾത്തടങ്ങളും, ഉയർന്നു തുളുമ്പുന്ന മാറിലേക്ക് താഴ്ന്നു വരുന്ന നേർത്ത ചാലിൽ ഒറ്റ ചേനിൽ കോർത്ത ഒരു ഡയമണ്ട് തിളങ്ങുന്നു. സോറി സർ, ഏറ്റവും നല്ലൊരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുവാൻ താങ്കൾക്ക് ഞങ്ങളുടെ കമ്പനി എല്ലാവിധ സേവനങ്ങളും ഉറപ്പുവരുത്തുന്നു. സാറിന്റെ ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് പരമാവധി നിറവേറ്റാൻ ഞങ്ങൾ ശ്രമിക്കും. തന്റെ കൈപ്പിടിയിൽ നിന്നും വഴുതി മാറി ഒരു വെല്ലുവിളി എന്ന പോലെ തന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു നിന്ന് അവളിലേക്ക് മൂർച്ചയുള്ള കണ്ണുകൾ ആഴ്ത്തി അഹങ്കാരം നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു, എങ്കിൽ എന്നെ സന്തോഷിപ്പിക്കും. അതാണ് നിന്റെ ഡ്യൂട്ടി. ആത്മവിശ്വാസവും അഹങ്കാരവും നിറഞ്ഞ അവന്റെ പുഞ്ചിരി തന്നിലേക്ക് അടുത്തു വരുന്നതിനനുസരിച്ച് മമതയ്ക്ക് ഹൃദയമിടിപ്പ് കൂടുകയായിരുന്നു. അവൾക്ക് തൊണ്ട വരളുന്നത് പോലെ അനുഭവപ്പെട്ടു. ഇനിയും കുറച്ചു നിമിഷങ്ങൾ കൂടി അവനോട് തൊട്ടുരുമി നിന്നാൽ ഒരുപക്ഷെ തന്റെ സർവ്വനിയന്ത്രണവും വിട്ടുപോയേക്കാം എന്നൊരു തിരിച്ചറിവ് അവളിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ക്ഷമിക്കണം സർ, ഞാനൊരിക്കലും ആ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടില്ല. സാർ തെറ്റിദ്ധരിക്കാനിടയായതിൽ ഞാൻ ഖേദിക്കുന്നു. ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു മിസ്റ്റേക്കിൽ ഞാൻ സാറിനോട് ക്ഷമാപണം നടത്തുന്നു. പറഞ്ഞു തീർത്ത് തല ഉയർത്തിപ്പിടിച്ച് പുറത്തേക്ക് നടക്കുന്ന മമതയെ തന്നെ നോക്കി നിന്നുകൊണ്ട് പിറകിൽ നിന്നും നിരഞ്ജൻ ചോദിച്ചു, മിസ് മമത, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ആ ഒറ്റ ചോദ്യം മമതയെ അടിമുടി ഉലച്ചു കളഞ്ഞു. ഇത്രയും സമയം താൻ ഭയപ്പെട്ട ആ മുഹൂർത്തമാണോ തനിക്ക് മുന്നിൽ വന്നു ചേരാൻ പോകുന്നത് എന്ന ഓർമ്മ അവളെ അടിമുടി വിറപ്പിച്ചു കളഞ്ഞു.